ലോഹിതദാസിന്റെ തൂലികയിൽ പിറന്ന കഥാപാത്രങ്ങളും സിനിമയും ഒന്നും സിനിമാ പ്രേമികളുടെ മനസ്സിൽ നിന്നും മായില്ല. ലോഹിതദാസിനെ പോലെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും കാഴ്ചക്കാരന്റെ ഉള്ളു തൊടുകയും ചെയ്ത മറ്റൊരു എഴുത്തുകാരൻ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. തനിയാവർത്തനത്തിലെ ബാലന്മാഷും കിരീടത്തിലെ സേതുമാധവനുമെല്ലാം ഇന്നും സിനിമാ പ്രേമികളുടെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. ലോഹിതദാസ് പോയിട്ട് വർഷങ്ങൾ ഏറെ ആയെങ്കിലും അദ്ദേഹം ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ ഇന്നും മലയാളി ജീവിതത്തിന്റെ ഭാഗമായുണ്ട്. അതേസമയം സംവിധായകൻ ലോഹിതദാസിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന മമ്മൂട്ടിയുടെ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. കാരണം പറയാതെ ഒരിക്കൽ തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ ലോഹിതദാസിന്റെ മുഖം ഇന്നും തന്റെ മനസ്സിലുണ്ടെന്നും അസുഖമാണെന്ന വിവരം താൻ അറിഞ്ഞപ്പോൾ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടും ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ലോഹിതദാസ് അത് സമ്മതിച്ചില്ല എന്നും മമ്മൂട്ടി പറയുന്ന വീഡിയോ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നത്. മമ്മൂട്ടിയും ലോഹിതദാസും തമ്മിൽ അത്രയേറെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ലോഹിതദാസിന്റെ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് മമ്മൂട്ടി വാക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനു മുൻപേ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ലോഹിതദാസിനെ ഓർക്കുന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ ചർച്ചയായി മാറുന്നുണ്ട് ഇപ്പോൾ. സിനിമയിൽ തനിക്ക് മോശം സമയം ഉണ്ടായപ്പോഴാണ് മമ്മൂട്ടി ലോഹിതദാസിനെ ആദ്യമായി കാണുന്നത്. പക്ഷെ ആ സമയത്തും തനിക്ക് 10-30 സിനിമകൾ ഉണ്ടായിരുന്നുവെന്ന് മമ്മൂട്ടി ഓർക്കുന്നു. ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ബിനാമി എഴുത്തുകാരനായിട്ടായിരുന്നു മമ്മൂട്ടി ആദ്യമായി ലോഹിതദാസിനെ കാണുന്നത്. ആ ചിത്രത്തിൽ ചെറുതാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ മമ്മൂട്ടിയും അഭിനയിച്ചു. വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ തിരക്കഥ തിരുത്തി കൊടുക്കുക എന്നതായിരുന്നു അന്ന് ലോഹിതദാസിന്റെ ജോലി. അങ്ങനെ തിരക്കഥ തിരുത്തി നൽകിയ ലോഹിതദാസിന്റെ മുഖത്തേക്ക് ആ സംവിധായകൻ തിരക്കഥ കീറിയെറിയുന്നത് താൻ കണ്ടുവെന്നാണ് മമ്മൂട്ടി പറയുന്നത്. എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് ഇന്നും അറിയില്ല എന്നും പക്ഷേ ലോഹിതദാസിന്റെ മുഖം തന്റെ മനസ്സിൽ പതിഞ്ഞുവെന്നും മമ്മൂട്ടി പറയുന്നു. ലോഹിതദാസ് ഇങ്ങനെ നിൽക്കുകയാണ്. താൻ എന്ത് ചെയ്തിട്ടാണ് ഇതെന്ന മട്ടിൽ. ഒരു സഹായം ചെയ്യാൻ വന്ന ആളല്ലേ, എന്ത് ദ്രോഹമാണ് ഈ സിനിമയ്ക്ക് താൻ ചെയ്തത്, തനിക്കിതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ലോഹിതദാസ് അന്ന് ആലോചിച്ചിട്ടുണ്ടാകുമെന്നും മമ്മൂട്ടി പറയുന്നു. എന്തായാലും ആ സിനിമ പക്ഷേ പൂർത്തിയാക്കാനായില്ല എന്നും പാതി വഴിയിൽ സിനിമ നിന്നുപോയെന്നും മമ്മൂട്ടി പറഞ്ഞു. പിന്നീട് മമ്മൂട്ടി ന്യൂഡൽഹിയൊക്കെ ചെയ്ത് കരിയറിൽ വലിയ തിരിച്ചുവരവ് നടത്തി. ഈ സമയത്താണ് ലോഹിതദാസ് തിരക്കഥ എഴുതിയ തനിയാവർത്തനം എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത്. മമ്മൂട്ടിയുടെ കരിയറിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായി തനിയാവർത്തനം മാറുകയും ചെയ്തു. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനം ഇന്നും ആരാധകരുടെ മനസ്സിൽ ഒരു വിങ്ങലായുണ്ട്. തനിയാവർത്തനത്തിന്റെ ചിത്രീകരണത്തിനിടെ മമ്മൂട്ടിയെ കാണാനായി ആ പഴയ സംവിധായകനും അയാളുടെ നിർമ്മാതാവും എത്തിയിരുന്നു. അന്ന് നിന്നുപോയ സിനിമ പൂർത്തിയാക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ചെയ്യാമെന്ന് മമ്മൂട്ടി വാക്കു പറഞ്ഞു. പക്ഷേ ഒരു നിബന്ധനയും മുന്നിൽ വെച്ചു. തിരക്കഥ ഇയാൾ എഴുതണമെന്ന് ലോഹിതദാസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞു. അങ്ങനെ ലോഹിതദാസ് വീണ്ടും ബിനാമിയായി ആ തിരക്കഥ പൂർത്തിയാക്കി. അന്ന് തുടങ്ങിയതാണ് താനും ലോഹിതദാസും തമ്മിലുള്ള ബന്ധമെന്നാണ് മമ്മൂട്ടി പറയുന്നത്. മമ്മൂട്ടിയും ലോഹിതദാസും ഒരുമിച്ച മറ്റൊരു സിനിമയായിരുന്നു വാത്സല്യം. കൊച്ചിൻ ഹനീഫയായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. വാത്സല്യവും വലിയ വിജയം നേടുകയും മമ്മൂട്ടിയുടെ കഥാപാത്രവും പ്രകടനവും എക്കാലത്തെയും ഓർത്തുവെക്കപ്പെടുന്ന ഒന്നായി മാറി. വാത്സല്യത്തിന്റെ ചിത്രീകരണ വേളയിൽ ന്യൂ ഇയർ ആഘോഷിച്ചതും മമ്മൂട്ടി ഓർക്കുന്നുണ്ട്. രാത്രി 12 മണിക്ക് ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട് ഒരു കാരണവുമില്ലാതെ ലോഹിതദാസ് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ കരഞ്ഞുവെന്നാണ് മമ്മൂട്ടി ഓർമ്മിക്കുന്നത്. തനിക്കത് ആലോചിക്കാൻ പറ്റുന്നില്ല എന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. കുറെ നേരത്തേക്ക് ലോഹിതദാസ് ഏങ്ങിക്കരഞ്ഞു. കാരണം എന്താണെന്ന് തനിക്കറിയില്ല എന്നും സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്റെ അടുത്തേക്ക് ലോഹിതദാസ് വരുമെന്നും മമ്മൂട്ടി ഓർക്കുന്നു. എഴുത്തിൽ മാത്രമല്ല, എഴുത്തിന് കഥ കിട്ടാതാകുമ്പോഴും ലോഹിതദാസ് മമ്മൂട്ടിയുടെ അടുത്ത് വരും, കഥ പറയും. ഇടയ്ക്കത് വിട്ടു എന്നാണ് മമ്മൂട്ടി പറയുന്നത്. ലോഹിതദാസിന്റെ അവസാന നാളുകളും മമ്മൂട്ടി ഓർക്കുന്നുണ്ട്. സുഖമില്ലെന്ന വിവരം അറിഞ്ഞ് താൻ കാണാൻ വിളിപ്പിച്ചെങ്കിലും ലോഹിതദാസ് വന്നില്ലെന്നാണ് മമ്മൂട്ടി പറയുന്നത്. പിന്നീട് 3 ബ്ലോക്ക് ഉണ്ടെന്നും ഓപ്പറേഷന് സമ്മതിക്കുന്നില്ല എന്നും അറിഞ്ഞപ്പോൾ താൻ വീണ്ടും വിളിച്ച് ചീത്ത പറഞ്ഞുവെന്നാണ് മമ്മൂട്ടി പറയുന്നത്. ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നും മമ്മൂട്ടി ലോഹിതദാസിനോട് പറഞ്ഞിട്ടുണ്ട്. ലോഹിതദാസിന് ഭയമായിരുന്നുവെന്നും അങ്ങനെ താൻ ഷൂട്ടിന് എവിടെയോ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ലോഹിതദാസ് വിട പറഞ്ഞുവെന്നുമാണ് മമ്മൂട്ടി പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.